ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായേക്കും. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. കരുണാനിധി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മകൻ എം കെ സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അതേ പാതയിൽ തന്നെ സ്റ്റാലിനും ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. റഹീസ്, ഇപ്പോൾ ഒടുവിൽ വരുന്നത് സ്റ്റാലിൻ DMK ഓഫീസിൽ ആസ്ഥാനത്തെത്തിയിട്ടുണ്ട്. പാർട്ടി നേതാക്കളുമൊക്കെയായി ചർച്ച നടത്തി. ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള രാഷ്ട്രീയ തീരുമാനത്തിന് പാർട്ടിയുടെ പിന്തുണ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് കരുതാം, അല്ലേ? അതെ വിജയകുമാർ, പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയാകും എന്ന അഭ്യൂഹങ്ങൾ ശക്തിപ്പെട്ടതിന് പിന്നാലെ തന്നെ സ്റ്റാലിൻ ഇപ്പോൾ DMK ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കളും മന്ത്രിമാരും ഒക്കെയുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിയിട്ട് അരമണിക്കൂറിലധികമാകുന്നു. പ്രധാനപ്പെട്ട നേതാക്കളുമായി ഒക്കെ ചർച്ച നടത്തുകയാണ്. ഇത് ഏതാണ്ട് പ്രതീക്ഷിക്കപ്പെട്ട തീരുമാനം തന്നെയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി വരും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. എപ്പോൾ എന്ന ചോദ്യത്തിന് മാത്രമായിരുന്നു ഒരു ഉത്തരം ലഭിക്കേണ്ടിയിരുന്നത്. അവിടെ സ്റ്റാലിൻ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കാൻ സമയമായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ ആദ്യ സമയത്ത് നടത്തുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഈ വിദേശ പര്യടനത്തിലൊക്കെ ആയിരുന്നു. ആ സമയത്തും ഉദയനിധി എന്തുകൊണ്ട് ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് വിദേശത്തേക്ക് പൊക്കിവിടാ അല്ലെങ്കിൽ അമേരിക്കയിൽ പൊക്കിവിടാ എന്നുള്ള ഒരു ചോദ്യമൊക്കെ ഉയർന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരികെ വന്നപ്പോഴും മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ഉന്നയിച്ചു. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാറ്റം ഉടൻ ഉണ്ടാകും എന്ന് ഉദയനിധിയുടെ കാര്യത്തിൽ സ്റ്റാലിൻ പറയുകയുണ്ടായി. അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാലിൻ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കും എന്നുള്ളത്. അതിന്റെ ചുവട് പിടിച്ചാണ് ഇന്നലെ DMKയുടെ 75ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായിരുന്നു. ആ വേദിയിലും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഉദയനിധിയെയും സ്റ്റാലിനെയും ആ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പറയുകയുണ്ടായി ഈ പ്രഖ്യാപനം വളരെ വേഗത്തിൽ ഉണ്ടാകണമെന്ന്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച DMK നേതാക്കളുമായി സ്റ്റാലിൻ ഇവിടെ പാർട്ടി ആസ്ഥാനത്ത് നടക്കുന്നത്. ഇതിന് പുറത്ത് പ്രവർത്തകരൊക്കെയും തടിച്ചുകൂടിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാലിന്റെ ഒരു പ്രതികരണവും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് വിജയകുമാർ. ഇപ്പോൾ എം കെ സ്റ്റാലിൻ DMK ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പ്രവർത്തകരുണ്ട്, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട്. അപ്പോൾ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കി ഉള്ള പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നത്.